ഇതില് ചില കുസൃതി കണ്ടപ്പോഴേ ട്രെയിലർ കണ്ടപ്പോ വളരെ ന്യൂ ആയിട്ട് തോന്നി. അതായത് പല്ലില് ഒരു ത്രെഡ് കെട്ടുക, കാറ് ഓടിക്കുക എന്നൊക്കെ പറയണത്. എന്റെ മോൻ ചെയ്തിട്ടുണ്ട്. ആണോ? ഓക്കെ. ഞാൻ ആസിക്കാട് കഥ പറഞ്ഞപ്പോ ഏതോ 1-2 എണ്ണം ഇത് നമ്മുടെ മോളിൽ ചെയ്യുന്നതാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതുപോലെ ഞങ്ങള് ഇരിക്കുന്ന സമയത്ത് അത് വന്നിട്ട് ഒരു നൂല് കിട്ടുമെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ എന്തിനാണെന്നൊന്ന് അറിയണോന്ന് ചോദിച്ചു. പിന്നെ അതിലേക്ക് നടന്ന എവിടെ നിന്ന് ഒരു നൂലായിട്ട് വന്നിട്ട് പല്ലിന്റെ ഒരു അറ്റത്ത് കെട്ടിട്ട് ഇത് ഡോറില് മറ്റേ അറ്റം ഡോറിൽ വെച്ചിട്ട് ഡോറ് അടിച്ച് പല്ല് തെറിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ പല്ല് എടുത്തോണ്ട് വന്നിട്ട് എന്റെ അടുത്ത് ഞാൻ പല്ല് പറിച്ചു എന്ന് പറഞ്ഞു. അല്ലെ നമ്മള് ചെറുപ്പത്തിലാണ് അതെ ഇത് എക്സ്പോഷർ അത്ര ഉണ്ട് ഇപ്പൊ എല്ലാവർക്കും. നമുക്ക് ഒരു പല്ല് പോവാന്നൊക്കെ പറഞ്ഞ ചെറുപ്പത്തില് എന്തോ വലിയ അമ്മമ്മക്ക് വന്നിട്ട് ഇങ്ങനെ ആട്ടി ഭയങ്കര പാടുള്ള. എനിക്ക് വിഷമാവുമായിരുന്നു അത് നോക്കിട്ട്. പല്ല് പോയല്ലോ. സെപ്പറേഷൻ ആൻസൈറ്റി. പിന്നെ ഇതിലെ പയ്യെന്ന് പറഞ്ഞത് കുറച്ചും കൂടെ ADHD എന്ന് പറഞ്ഞൊരു എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു കുറച്ച് ഹാലുസിനേഷന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ചില സാധനങ്ങൾ നമ്മൾ കാണുന്ന പെർസ്പെക്റ്റീവിലല്ല കാണാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നോർമൽ ഹൈപ്പറിനെക്കാട്ടും കുറച്ച് എക്സെൻട്രിക് ആയി മാറുന്നത്. അപ്പൊ ആ ഒരു മീറ്റർ ഉണ്ട് എന്ന് മാത്രം. ഹലോ, മിണ്ടാണ്ട് നിൽക്കുക കുറെ നേരമായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു? എന്ത് തോന്നി സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയപ്പോ? കൊള്ളാം. ഞാൻ ഇതുവരെ ഇത്ര വലിയ റോൾ ചെയ്തിട്ടില്ല. ഇതല്ലാതെ തവണക്കായും പാവമായിട്ട് എനിക്കൊരു പേടിയില്ലായിരുന്നു. പിന്നെ എല്ലാം ചെയ്യുമ്പോഴും എന്റെ കൂട്ട് ആസിക ഉണ്ട്. കൂടുതൽ സീൻ ആസിക്കായി ഞാനുള്ളായിരുന്നു നൈറ്റ് ഷൂട്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരോ കൂടുതലുള്ളേ. അപ്പൊ എനിക്ക് വലിയ ഇതൊന്നും ഇല്ല, പേടിയൊന്നും ഇല്ലായിരുന്നു. അതല്ല ആദ്യമായിട്ടല്ലേ ഇത് നിങ്ങളൊക്കെ കാണുന്നേ. സ്റ്റാർട്ടിങ് ട്രബിൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കായിരുന്നു. ഈ സിനിമ ഷൂട്ട് കഴിയുന്നത് വരെ ഇവന് ഒരു ഫുൾ പീസിൽ ഉണ്ടാവണം. സിനിമ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആരെയും മിസ് ചെയ്ത്? പ്രശ്നം ഇന്റർവ്യൂ പഠിച്ചിട്ടാണ് അമ്മ എന്നെ അവൻ ഇടക്കിടക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. താമരകവിയായിരിക്കും. താമരകവിന്നായിരിക്കും. അത് ഷൂട്ടിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാരെയും മിസ് ചെയ്യാറുണ്ട്. പക്ഷെ കൂടുതൽ ഇങ്ങോട്ടും അങ്ങോട്ടും മെസ്സേജ് അയക്കാറുള്ള ആസിക്കായും തവറക്കായോ. അപ്പൊ എന്റെ മെസ്സേജ് കണ്ടില്ല. നമ്മള് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. നമ്മളിപ്പോ പറഞ്ഞല്ലോ പേരന്റിംഗിൽ വരുന്ന ഡിഫറൻസസും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇതിന്റെ ഒരു മേജർ ഫാക്ടർ ന്യൂക്ലിയർ ഫാമിലിയിൽ വന്നതായിട്ട് തോന്നി. ബിക്കോസ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും വർക്കിംഗ് ആയിട്ടുള്ള ആളുകളായിട്ട് തോന്നി. അത് കുറച്ചും കൂടെ തോന്നി എനിക്കൊക്കെ. ന്യൂക്ലിയർ ഫാമിലി ആയതിന്റേതായ ബുദ്ധിമുട്ട് ഇങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യണതിലുണ്ട് എന്നുള്ളത്. ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. കാര്യം ഇപ്പം ഞാൻ വളർന്നു വന്നത് നമ്മളൊരു ഒരു ജോയിന്റ് ഫാമിലി ആയിരുന്നു. ഞാനും വാപ്പ, ഉമ്മ, എന്റെ അനിയൻ, എന്റെ വാപ്പയുടെ ബ്രദറ്, വൈഫ്, 2 കുട്ടികള്. അപ്പൊ ഞങ്ങള് വീട്ടില് ഒരു 8 പേര് മിനിമം എപ്പോഴും ഉണ്ടാവുമായിരുന്നു. പിന്നെ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എപ്പോഴും സംസാരിക്കാനും കളിക്കാനും ഒക്കെ കൂട്ടുകാരുണ്ട്. അപ്പം ഈ ന്യൂക്ലിയർ ഫാമിലി വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന സ്ക്രീൻ അഡിക്ഷൻ കൂടുതൽ വന്നിട്ടുണ്ട്. ഇപ്പൊ വീട്ടിലൊന്നും ചെയ്യാനില്ലാത്ത ടൈമിൽ നമ്മൾ ഒരു പോയിന്റ് കഴിഞ്ഞ് നമ്മൾക്ക് ഇറിറ്റേറ്റഡ് ആവും എന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫോൺ എടുത്ത് കൊടുക്കും. അവിടെ പോയി എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പല സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല. അപ്പൊ നമ്മളുടെ ചെറുപ്പത്തില് കുസൃതിയാണ് അല്ലെങ്കിൽ പാവമാണ്, ഈ 2 ക്ലാസിഫിക്കേഷനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പല പല പ്രശ്നങ്ങൾ. ഇപ്പൊ ADHD എന്നൊക്കെ പറയണത് നമ്മളിപ്പോഴാ ഡിപ്രഷൻ ഉണ്ട് അങ്ങനെയൊക്കെ കുട്ടികളെ പറ്റിയിട്ട് നമ്മൾ കേൾക്കുന്നു. ഓവർ തിങ്കർ ആണ് കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ളതിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട്സ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇപ്പൊ നമ്മള് പാരന്റ്സ് കാണിച്ചു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് നിന്ന് പഠിക്കുന്നുണ്ട്, ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊന്നും ഓപ്ഷൻ ഇല്ലാതെ ആയി പോകുന്നുണ്ട് പല സമയത്തും കുട്ടികൾ. അതുകൊണ്ട് ഹൈഡിങ് കാര്യം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ഫോൺ റെസ്ട്രിക്ഷനെ ഡീൽ ചെയ്യണേ? ഫോൺ റെസ്ട്രിക്ഷൻ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഇവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസും ഇവർ പഠിക്കുന്ന കാര്യങ്ങളും നമ്മളൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾ ഇപ്പം. അതായത് ആദ്യം സ്കൂളിൽ പോകുന്നതിന് മുന്നേ കോണ്ടിനെന്റ് വൈസ് കൺട്രീസും അതിന്റെ ഫ്ലാഗ്സും പഠിക്കും. ഇപ്പൊ അവർ പറഞ്ഞാൽ യൂണിവേഴ്സൽ ആണ്. എല്ലാ വീട്ടിലെ കുട്ടികളും ആ ഏജിലുള്ള കുട്ടികൾക്ക് അത് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എവിടെ റെസ്ട്രിക്ട് ചെയ്യും ഇത്? ഇവരോട് ഇത് കാണണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെയും നമുക്ക് പറ്റുന്നത് സമയം കുറയ്ക്കുക എന്നുള്ളതാണ്. സമയം കുറയ്ക്കണേ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, അവർക്ക് വേറൊരു ആക്ടിവിറ്റി കൊടുക്കണം. അപ്പൊ അതാണ് ഞാൻ ശ്രമിക്കുന്നത്.
പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരും. മാക്സിമം ഫ്രീ ഉള്ള ടൈമിൽ ട്രാവൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഒരുമിച്ച്. എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ കുട്ടികളായിട്ട് തന്നെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ്. അല്ല ഇത് എന്താ പറഞ്ഞാൽ ഇതിനൊരു ഫോർമുല ഇല്ല. നമ്മളിത് കണ്ടുപിടിച്ച് തന്നെ ഇത് സോൾവ് ചെയ്യണം. 2 ചേച്ചിമാരാണ് ഉള്ളത് അല്ലേ? അപ്പൊ ഈ പടം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പണ്ട് ചെയ്ത എന്തെങ്കിലും ഓർമ്മകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? ഞാൻ ഇത്രയും അമ്മേരെ ബുദ്ധിമുട്ടിച്ചു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു? 3 പെൺകുട്ടികൾ ചേരുമ്പോ ഉള്ളൊരു രസം ഉണ്ടാവുമല്ലോ വീട്ടില്. ഞാൻ പക്ഷെ എനിക്ക് എന്റെ ചേച്ചീനെ ഓർത്തത്, കാരണം ചേച്ചിക്ക് 2 കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ അവന്റെ കാര്യമാണ് കൂടുതൽ റിലേറ്റ് ചെയ്തത്. നമുക്ക് ഇത്രയും പ്രശ്നം നമ്മൾ അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അമ്മേനേക്കാളും എനിക്ക് എന്റെ ചേച്ചീനെ ഓർമ്മ വന്നത്. ചേച്ചി അവനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ ലിഫ്റ്റിന്റെ കാര്യമാണെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള കാര്യം, അതൊക്കെ റിലേറ്റബിൾ ആണ്. ചേട്ടൻ കുറെ കാലമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട് വ്യത്യസ്തമായ പല റോളുകളും ചെയ്തു. എനിക്ക് പൊന്മാനിലെ യേശുക്രിസ്തുവിനെ കണ്ടപ്പോഴാണ് ഇത് ഭയങ്കര കറക്റ്റ് ആണല്ലോ തോന്നിയത്. എത്ര പേര് പറഞ്ഞു ഈ ചെറിയെന്ന് എനിക്ക് മനസ്സിലായി, എല്ലാവർക്കും അത് തോന്നിയിട്ടുള്ളത്. പിന്നെ മറ്റേ റോബിയുടെ എന്റെ ഫ്രണ്ടിന്റെ മോൻ പൈന ഇവനെക്കാളും ചെറുതാ. അപ്പൊ അവൻ പള്ളി പോയി കഴിഞ്ഞിട്ടാകുമ്പം യേശുവിനെ നോക്കിയിട്ട് അവൻ പറയാം ദീപക്കേട്ടൻ അവൻ എപ്പോഴും പറയും. അപ്പോ നല്ല രസമുള്ള ക്യാരക്ടറായിരുന്നു. അതിന്നേ ഇതിലെ ക്യാരക്ടറിലേക്ക് വന്നപ്പോ എങ്ങനെ തോന്നി? കാരണം ചേട്ടൻ എനിക്ക് തോന്നുന്നു കുറെ വ്യത്യസ്തമായ രീതിയിൽ പോയിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞിരാമായണത്തിൽ ചെയ്ത റോളേ അല്ല മഞ്ഞുമൽ ബോയ്സിൽ ചെയ്തത്, അതേപോലെയല്ല ഇതിൽ ചെയ്തത്. അപ്പൊ ഈ ഒരു ക്യാരക്ടറിനെ പെർസീവ് ചെയ്യുമ്പോ എങ്ങനെയാ തോന്നിയത്? ഇല്ല, ശരിക്കും ഇത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് താമര ഇതിന്റെ കഥ പറയുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങള് കാക്കനാടിലെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഥ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കഥ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ഓക്കെയാണ് ഇത് ചെയ്യാൻ. ഇനിയിപ്പോൾ ഇൻ കേസ് അപ്പൊ അന്ന് ഒരു 4 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു സിനിമ ഡിസംബറിൽ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇൻ കേസ് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങളുടെ സൈഡിൽ നിന്ന് തോന്നിയാൽ മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ. എനിക്ക് ചെയ്യാൻ ഓക്കെ ആണെന്നാണ് ഞാൻ കഥ കേട്ടപ്പോൾ പറഞ്ഞത്. പക്ഷെ കഥ കേട്ട് കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു താമര പറഞ്ഞ രീതിയൊക്കെ വെച്ച് നോക്കിയിട്ട്. ഇപ്പൊ സിനിമ ഞാൻ കണ്ടു, ഇപ്പം മൊത്തം ഫൈനൽ മിക്സ് ചെയ്ത വേർഷൻ അല്ല, അല്ലാത്ത വേർഷൻ, അത് ഭയങ്കര രസമായിട്ട് നമുക്ക് കഴിയുന്ന സമയത്ത് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സിനിമയാണ്. അപ്പൊ അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. അപ്പം ഇതുവരെ ചെയ്ത സിനിമകളിലൊക്കെ അങ്ങനെ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ വന്നെത്തുന്നതാണ്. ഞാൻ ഇപ്പൊ ഈ പറയുന്ന പോലെ അങ്ങനെ കണ്ടെത്തിപ്പോയി അഭിനയിക്കുന്നൊന്നല്ല. ഇപ്പൊ പൊന്മാനിൽ അഭിനയിച്ചതും അവസാന നിമിഷമാണ് ഞാൻ ആ ക്യാരക്ടറിലേക്ക് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ സംഭവിച്ച ഇവരിൽ ഓരോരുത്തർക്കും എങ്ങനെയാ എത്തുന്നത്? അതാ ദിവ്യ ക്യാൻസർ പൊട്ടില്ലേ? അല്ല, ആക്ച്വലി ആസിക്ക ഞങ്ങൾ 1001 നുണകൾ കണ്ട സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോദിച്ചു മേടിച്ച പടമാണ് 1001 നുണകൾ കണ്ടു കഴിഞ്ഞ് രാത്രി ഞാൻ OTT-ലാണ് കണ്ടത്. കണ്ടു കഴിഞ്ഞ് ഡയറക്ടർ കാർഡ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ തപ്പി ഇത് ആരാണെന്നുള്ളത്. എന്നിട്ട് ഞാൻ മെസ്സേജ് അയച്ചു, ഇങ്ങനെ പടം കണ്ടു, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു പടം നിങ്ങളോട് ചെയ്താൽ കൊള്ളാം. ഓ നൈസ്.